ലാൽസ്ലാം ദൃശ്യം 3 ആദ്യ പകുതി എങ്ങനെയെന്നുള്ള ചോദ്യമാണ്. സിനിമ അതിഗംഭീരമായിട്ടുള്ള തുടക്കം തന്നെയാണ്. ലാലേട്ടൻ്റെ പിറന്നാൾ ദിനം. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഇവിടെ നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഹാഫ് ഒരു മികച്ച ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ദൃശ്യം 3 പാറ്റേൺ നമുക്കറിയാം. നോ സ്പോയിലേഴ്സാണ്, അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണേലും പതിഞ്ഞ് തുടങ്ങുന്നു ദൃശ്യം പോലെ തന്നെ. അങ്ങനെ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് വലിയ മൊമെൻറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ ലാലേട്ടൻ ഒറ്റ ഫാക്റ്റ് തന്നെ മതി, അമ്മാതിരി തിയേറ്റർ ഇളകി മറിയുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെ. ഗംഭീരമായിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അതിഗംഭീരമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇൻ്റർവെൽ അങ്ങനെയുള്ള പഞ്ചുകളെക്കുറിച്ചൊന്നും തന്നെ പറയുന്നില്ല. നിങ്ങൾക്ക് ആദ്യം 1 മണിക്കൂർ 9 മിനിറ്റ് നിങ്ങളെ ഞെട്ടിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. ഒരു മികച്ച ഒരു സിനിമ തന്നെയാണ് ഇതുവരെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. BGM അതിഗംഭീരമാണ്. ക്യാമറ വർക്ക് സാധാരണ കാണുന്നതിനേക്കാൾ മികച്ച് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് ദൃശ്യം 2 എന്ന സിനിമയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദൃശ്യം 3 വേറെ റേഞ്ചിലേക്കാണ് ക്യാമറയും കാര്യങ്ങളുമെല്ലാം. അതേപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ പറയാം. സെക്കൻഡ് ഹാഫ് ആളിക്കത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇത് ദൃശ്യം ബ്രാൻഡാണ് എന്നുള്ളത് ഓർമ്മിക്കുക. അങ്ങനെ ജോർജ് കുട്ടി വീണ്ടും എത്തുമ്പോൾ അത് മനസ്സിൽ വല്ലാതെ സന്തോഷം തരുന്ന മൊമെൻ്റ് ആകുന്നു. 1 മിനിറ്റ് പോലും ബോറടിപ്പിക്കാതെ ഒരിടത്തും ലാഗ് ഇല്ലാതെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കടന്നു പോകുന്നു. അതിഗംഭീരമായിട്ട് നിങ്ങൾ കോരിത്തരിക്കുന്ന രീതിയിലേക്ക് സിനിമ തുടങ്ങാൻ പോകുന്നു എന്ന് തന്നെയാണ് സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും അതിഗംഭീരമായിട്ട് തന്നെയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നിന്നിരിക്കുന്നത്. അമ്മാതിരി, അതായത് 10 ദിവസം മുമ്പ് സിനിമ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിച്ചോളുക. അമ്മാതിരി ഗംഭീരമായിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ റിവ്യൂവും കാര്യങ്ങളുമായിട്ട് വരാം.